ഇതാണ് ഹീറോയ്ക്ക് ഡബ് ചെയ്താണ്. ഹീറോ വോയിസാ ഋഷഭ് ഷെട്ടിക്ക് ഡബ് ചെയ്താണ്. നമസ്കാരം. അതിന്റെ മലയാള റൈറ്റർ ആൻഡ് ഡബിംഗ് പോസ്റ്റ് പ്രൊഡക്ഷനാണ് ഞങ്ങൾ ചെയ്തത്. ഡബിംഗ് ആർട്ടിസ്റ്റുമാണ് നിർമ്മൽ. എല്ലാവരുടെ അഭിപ്രായം നിങ്ങളെ ചോദിക്കേണ്ടത്. വളരെ പ്ലസന്റ് ഫീലിംഗ് ആണ്. ഭയങ്കര അടിപൊളി. എന്താ പറയാ, ഒരു വിസ്മയമായിരുന്നു ഇപ്പൊ കണ്ടത്. ഒന്നും കണ്ടില്ലായിരുന്നു. അത് നമ്മളെല്ലാം ബ്ലാങ്കില്ല. അദ്ദേഹത്തിന്റെ പോർഷൻ മാത്രമേ ഡബ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. എനിക്ക് സിനിമ എന്തെന്നോ കഥ എന്തെന്നോ അറിയില്ലായിരുന്നു. പക്ഷെ കണ്ട് എന്താ പറയാ, ആ എക്സൈറ്റ്മെന്റ് മാറുന്നില്ല. എന്തീ കണ്ടത്? എല്ലാവരുടെ അഭിപ്രായങ്ങൾ ചോദിക്കാം. നല്ല ഫീഡ്ബാക്ക് തരിക. ഹലോ, ഇതല്ലേ ചാപ്റ്റർ 2, ഐ മീൻ ചാപ്റ്റർ 1 നിങ്ങൾ കണ്ടില്ലേ? യെസ് ബ്രോ. സോറി, ഒറ്റയായിട്ട് കാണിച്ചില്ലായിരുന്നു. ഡബ് ചെയ്യുന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ ഋഷഭ് സാറിന്റെ പോർഷൻസ് മാത്രമായിരുന്നു കാണിച്ചിരുന്നത്. ഇവരായിരുന്നു ഡബിംഗ് ഡയറക്ടേഴ്സ് രണ്ടുപേര്, അശ്വിൻ ആൻഡ് നിർമ്മൽ. എൻ്റെ പേര് സുരാജ്, റേഡിയോ ജോക്കിയാണ് റെഡ് FM ലെ. അപ്പോൾ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി വലിയൊരു സംഭവമാണ്. കാരണം അദ്ദേഹം ആദ്യം ചെയ്തത് ചാപ്റ്റർ 2, അത് സക്സസ് ആയി. ചാപ്റ്റർ 1 വരുമ്പോൾ ഒരു സീക്വലാണ്. അപ്പോൾ അത്രമാത്രം പ്രാധാന്യം ഉണ്ടായിരുന്നു. ഓരോ സീനും എനിക്ക് തോന്നുന്നു ഒരുപാട് ടേക്സ് പോയിട്ടാണ് നമ്മൾ ചെയ്തത്. പക്ഷേ കഥ എന്തെന്നോ അല്ലെങ്കിൽ അടുത്ത സീൻ എന്തെന്നോ എനിക്ക് അറിയില്ലായിരുന്നു. നമ്മളുടെ സീൻ കഴിയുമ്പോൾ ഡബ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഋഷഭ് സാറിൻ്റെ സീൻ കഴിയുമ്പോൾ ഇവർ സ്ക്രീൻ ഓഫ് ചെയ്യും. ഇവർ മാത്രമാണ് സിനിമ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇന്നാണ് ഞാൻ കണ്ടത്. ഐ എം സോ എക്സൈറ്റഡ്, ഐ എം സോ ഹാപ്പി. ഒരു രക്ഷയില്ല. ഇത്രയും വലിയൊരു സിനിമയുടെ ഭാഗമായതിൽ താങ്ക് യു സോ മച്ച് അശ്വിൻ ആൻഡ് നിർമ്മൽ. താങ്ക് യു. അപ്പോൾ എല്ലാവരും അഭിപ്രായങ്ങൾ പറയാം. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പ്രത്യേകിച്ച് ആ വിഷ്വലായിട്ട് 5 വർഷത്തെ ഒരു അദ്ദേഹത്തിന്റെ ഡെഡിക്കേഷൻ ആണ്. ബാക്കി നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്, നിങ്ങളാണ് പറയേണ്ടത്. താങ്ക് യു. നമസ്കാരം. ഋഷഭ് ഷെട്ടി ഡയറക്ഷൻ, സ്ക്രിപ്റ്റ് എല്ലാം കൊണ്ടും, അഭിനയം കൊണ്ടും ഋഷഭ് ഷെട്ടിക്ക് ഒരു സല്യൂട്ട് കൊടുക്കണം. ഫസ്റ്റ്. സെക്കൻഡായിട്ട് പറയാനുള്ളത് ജയറാമേട്ടൻ. നമ്മൾ ജയറാമേട്ടൻ മിക്ക സിനിമയിലും കോമാളി അങ്ങനെയുള്ള രീതിയിലൊക്കെ പോയി കണ്ടുകൊണ്ടിരുന്ന വെച്ചാൽ ജയറാമേട്ടൻ പൊളിച്ചിട്ടുണ്ട്. ജയറാമേട്ടന് എന്തായാലും ഒരു നല്ലൊരു എന്താ പറയുക ക്യാരക്ടർ കൊടുത്ത് കിടുക്കനാക്കിയിട്ടുണ്ട്. അത് പിന്നെ ഇതിൻ്റെ ആർട്ട് വർക്ക് അയാൾക്ക് എന്തായാലും ഒരു നല്ലൊരു എന്താ പറയുക, അയാൾ 3 വർഷം അയാൾ വീട്ടിൽ പോലും പോകാണ്ട് ചെയ്തതാണ്. കാരണം കൊച്ചിയിൽ വന്ന സമയത്ത് അയാൾ പറഞ്ഞാണ്, കാരണം ഈ കുടുംബത്തെ എനിക്ക് തോന്നുന്നു അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനുള്ള എഫക്റ്റും എഫേർട്ടും ആ സിനിമയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. ഗംഭീര ഡയറക്ഷൻ. ഫസ്റ്റ് കാന്താര എന്ന് വെച്ചാൽ ഇത്രയും ക്യാഷ് മുടക്കിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ രണ്ടാമത്തെ കാന്താര ചെയ്ത് കഴിഞ്ഞപ്പോൾ മാരകമായിട്ട് ഹീറോയിൻ. പക്ഷെ നമുക്ക് അതൊരു എന്താ പറയുക, എനിക്ക് പ്രഡിക്റ്റബിൾ ആയിട്ട് തോന്നിയിരുന്നു. പക്ഷേ കാരണം ഇനി കഥ മുന്നോട്ട് പോകുമ്പോൾ, പക്ഷേ എന്നാൽ പോലും നമുക്കത് സസ്പെൻസാണ്. കാരണം അതിൻ്റെ ഒരു ഇനി കാണുന്ന ആളുകൾക്ക് അത് പറഞ്ഞു കൊടുക്കേണ്ട കാര്യം. നമ്മൾ പറയാറില്ലേ, തെലുങ്ക് മൂവിയിലും കന്നഡ മൂവിയിലൊക്കെ ഹീറോയിന്റെ പ്രാധാന്യം കുറവാണ്. ഓക്കെ ഇപ്പൊ വരുന്നുണ്ടെങ്കിലും പ്രാധാന്യങ്ങൾ കുറവായിട്ടുള്ള റോൾസ് കിട്ടാറ്. അതെ. അത് വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് സത്യം പറഞ്ഞ ഗൂസ് ബംസ് ആണ് ശരിക്കും പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അത്രയ്ക്കും നല്ലൊരു പെർഫോമൻസ് പുള്ളി ആ ആക്ട്രസ് നന്നായിട്ട് കാണിച്ചിട്ടുണ്ട്. അതെ. പക്ഷെ ആഘോഷിക്കുന്ന ലോകയുടെ ചന്ദ്രൻ എത്രയും വന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കമ്പയർ ചെയ്ത് പറയേണ്ടി വരും. പക്ഷെ അത് സിനിമ കണ്ട് തീരുമാനിക്കട്ടെ. തിയേറ്ററിൽ തന്നെ വാച്ച് ചെയ്യാൻ പറ്റുന്ന ഭയങ്കരമായി എക്സ്പീരിയൻസ് ചെയ്യുന്ന മൂവിയാണ്. കുറച്ച് നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ. പക്ഷേ മലയാളം ഡബ്ബിംഗ് നമ്മൾ കണ്ടത് തമിഴും അല്ലെങ്കിൽ ഇപ്പോൾ കന്നഡയൊക്കെ കാണുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഇത് തോന്നും. പക്ഷേ ഈ പറയുന്ന എന്തായാലും ആ ക്യാരക്ടർ ഇനി കഥ മുന്നോട്ട് പോകുന്ന എന്തെങ്കിലും ട്വിസ്റ്റ് നമ്മൾ പ്രതീക്ഷിക്കും. ആ ഒരു എത്തിക്കുമ്പോൾ ഋഷഭ് ഷെട്ടിയുടെ ഒരു ആദ്യത്തെ ഒരു 5 മിനിറ്റും പിന്നെ ഒരു 10-15 മിനിറ്റും പിന്നെ അതിനുശേഷം ഒരു 20 മിനിറ്റ് ആയിട്ട് ഉണ്ട്. ആ പെർഫോമൻസ് അദ്ദേഹം അതെങ്ങനെ ചെയ്തതെന്നുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അത്രയ്ക്ക് നമ്മൾ ഭയങ്കരമായിട്ട് ഗൂസ്ബംസ് ആവും. കാരണം ഓരോ സീനും ഷോട്ട് എഡിറ്റിംഗ് ചെയ്ത ആളേക്ക് നമുക്ക് ഭയങ്കരമായിട്ട്, കാരണം അത്രയ്ക്ക് മ്യൂസിക്, BGM എല്ലാം കൊണ്ടും. കാരണം ഒരു സിനിമയ്ക്ക് ഒന്നും മാറ്റി വയ്ക്കാൻ പറ്റാത്ത ഒരു സിനിമ പോലെയാണ് നമുക്ക് ഈ പറയുന്ന കാന്താര തോന്നിയത്. എന്തായാലും തിയേറ്ററിൽ എത്രയും പെട്ടെന്ന് പോയി കാണുക. കാരണം ഇതിൻ്റെ കുറേ എന്താ പറയുക, ഈ മറ്റേ നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഇല്ലാതിരിക്കുന്ന ഒരു സംഭവം വരും. എത്ര പെട്ടെന്ന് തന്നെ ആദ്യം തിയേറ്ററിൽ പോയി കാണേണ്ട ഒരു പടമാണ് കാന്താര എന്നുള്ള സിനിമയാണ്. എന്തായാലും 5-ൽ 4.9 വരെ കൊടുക്കാൻ പറ്റുന്ന ഒരു അത്യുഗ്ര മൂവിയാണ് കാന്താര. താങ്ക് യു. അടിപൊളി, ഒരു രക്ഷയില്ല. സൂപ്പർ എന്ന് പറഞ്ഞാൽ ഒരു പടത്തിന്റെ മേക്കിംഗ് ഒക്കെ ഏതാ ലെവൽ. സൂപ്പർ. ഫസ്റ്റ് ഹാഫ് നമുക്ക് കുറച്ചൊരു തോന്നില്ല. സെക്കൻഡ് ഹാഫ് വേറെ ലെവലാ. ജയറാമിന്റെ റോള് നല്ല റോളാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഋഷഭ് ഷെട്ടി എടുത്ത് പറയേണ്ട ഒരു ഐറ്റാണ് മക്കളെ, വേറെ ലെവലാണ്.
ടോപ്പ് നോസ് കിടിലമ്പടം. സൂപ്പർ ഹിറ്റ് കിടിലം പടം. എല്ലാവരും അടിപൊളിയായിട്ടുണ്ട്. കിടിലം പടം, കിടിലം മേക്കിംഗ് ആണ്. സൂപ്പർ ഹിറ്റ് പടം. ഒന്നും നോക്കാനില്ല. കൊള്ളാം, അടിപൊളി. നല്ല പടമാണ്. രണ്ടും ഇഷ്ടപ്പെട്ടു. അടിപൊളി അടിപൊളി എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പർ.